ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നാട്ടിലേക്ക് പോവാണ്. സാധനങ്ങളൊക്കെ സെറ്റാക്കി ഇതാ നമ്മളൊരു ഊബർ ഓട്ടോ എടുത്തിട്ടുണ്ട്. ഇക്കു വീട് ലോക്ക് ചെയ്ത് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഈ ഓട്ടോയിൽ കയറിയത് അസു കണ്ടിട്ടില്ല. അങ്ങനെ ദേ അസുനെ ഞാൻ വിളിച്ച് കയറ്റി. ബസ് വരുന്ന സ്റ്റോപ്പിലേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത് ഈ ഓട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ നമ്മൾ പോകണം ഇവിടേക്ക്. അങ്ങനെ നമ്മളിതാ ഈ ഒരു കുഞ്ഞ് വില്ലേജിൽ നിന്ന് പുറത്തോട്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓൺ ടൈമിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ കറക്റ്റ് ടൈമിൽ എത്തുമോ എന്നുള്ള ടെൻഷൻ നമുക്ക് നല്ലോണ്ട്. കൂടാതെ അസുവിനൊരു ചെറിയ പനിയുണ്ട്, അത് കൂടുമോ എന്നുള്ള ടെൻഷനൊക്കെ പാടായിട്ടാണ് ഇപ്പോൾ പോണത്. ലഗേജ് ഒന്നും അധികം ഇല്ലാത്തതിനോണ്ട് തന്നെ നമുക്ക് ഈ ഓട്ടോ തന്നെ ധാരാളമായിരുന്നു. കാരണം നമ്മളൊരു വീക്കിന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. ഈ ഓണത്തിൻ്റെ ഒരു വെക്കേഷനാണ് നമുക്ക് ഇവിടുന്ന്. സൂന് വെക്കേഷനൊന്നുമില്ല, നമ്മളിവിടെ ലീവ് ചോദിച്ചിട്ടാണ് പോണത്. അങ്ങനെ ദേ നമ്മൾ മെയിൻ റോഡ് കയറിയിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കുറേ സാധനങ്ങൾ സെറ്റാക്കാനുണ്ടാവും. അതായത് വെജിറ്റബിൾസ് ബാക്കി ഉണ്ടാവാൻ പാടില്ല, വേസ്റ്റ് സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് ഒരു വീട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ നാട്ടിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഒന്ന് ഫ്രീ ആവാനും കുട്ടികൾക്കൊന്ന് എല്ലാവരും കാണാനൊക്കെ ഉള്ള സിറ്റുവേഷൻ ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ നാട്ടിൽ തന്നെ പോകണം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചൊന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും നാട്ടിൽ പോകാനും പൂതിയാവും. ഈ ഒരു സിറ്റുവേഷന് ഉപമ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പുറത്തുനിന്ന് 2-3 തവണ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തോന്നാം എങ്ങനെയെങ്കിലും വീട്ടിലത്തെ നല്ലൊരു ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ചോറും കറിയും കഴിക്കാനല്ലേ പൂതി വരാം. അതുപോലൊക്കെ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളെ സ്ഥലത്തെത്തി. ഈ ഒരു ബ്രിഡ്ജിൻ്റെ താഴെയായിട്ടാണ് ഈ ബസ് നിർത്തുന്ന സ്റ്റോപ്പ് വരുന്നത്. ഓട്ടോക്കാരൻ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇറക്കി തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പറഞ്ഞു. പക്ഷെ നമ്മൾ ഫാമിലി അതിനെക്കൊണ്ട് കുറേ നമ്മൾ കൺവിൻസ് ചെയ്ത് കൊടുത്തു അയാളെ. അങ്ങനെ മനസ്സോടെ മൂപ്പർ നമ്മളെ അവിടെ ആക്കി തന്നു. അവിടെ അത്രയ്ക്കും ആക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് ഇപ്പുറത്ത് നിർത്തി. ഇതാണ് കേട്ടോ നമ്മൾ കയറാൻ പോണ ബസ്. ശ്യാമോളി പരിവാഹൻ അങ്ങനെന്തോ ആണ് അതിൻ്റെ പേര്. മുന്നേ കുറേ സ്ലീപ്പേഴ്സിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു കമ്പനി ആദ്യമായിട്ടാണ് നമ്മൾ പോണത്. വിചാരിച്ച പോലെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് നമ്മളങ്ങനെ ബസ്സൊക്കെ കയറി നമ്മൾ പോവാ. എങ്ങോട്ട് പോണേ? ഇനി സുഖസുന്ദരമായിട്ടൊരു നീണ്ട യാത്ര. അതായത് നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മൾ ബസ് കയറിയത്. നാളെ ഒരു 7:30 ആകുമ്പോഴാണ് നമ്മളെ ബസ് പാലക്കാടിലെത്താം. അതായത് ഇന്ന് രാത്രി ഫുള്ള് ഈ ഒരു ബസ്സിലാണ്. നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികൾക്ക് കൊടുക്കാനും. ഇനിയിപ്പം ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ, ബസ്സിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അവർ കരുതിയ സ്റ്റോപ്പിൽ മാത്രമേ നിർത്തുള്ളൂ. അപ്പോൾ അഥവാ കുട്ടികൾ കരയൊക്കെ ആണെങ്കിൽ വേഗം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്നാക്സും ഫുഡൊക്കെ കരുതിയിട്ടാണ് കയറിയത്. അപ്പോൾ നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കി വന്നു, ചിക്കൻ ബിരിയാണി. ബസ്സാകുമ്പോൾ കുറച്ച് കൺജസ്റ്റഡാണ് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കും. പിന്നെ ബാത്റൂം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ബസ്സിൽ കുറച്ച് സീനാണ്. എന്നാലും ട്രാവൽ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബസ്സാണ് കുറച്ചുകൂടി ബെറ്റർ. അതായത് ട്രെയിനിലാണെങ്കിൽ 23 മണിക്കൂർ നമുക്ക് ജേണി ഉണ്ട്, ബസ്സിലാണെങ്കിൽ 16 മണിക്കൂറാകും. അതായത് ഹൈദരാബാദിൽ നിന്ന് പാലക്കാട്ടിലേക്ക്. ബസ് നമ്മുടെ ട്രോളി ചോദിച്ചിട്ട് ടെൻഷനിലാണ്. കാരണം ട്രോളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ബസ്സിൻ്റെ അടിയിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഓരത് തരും. ജീക്കുട്ടി പിന്നെ ബസ്സൊക്കെ ഫുള്ള് ചെക്കിങ് ആണ്, AC ഒക്കെ വർക്കിംഗ് ആണോ അല്ലേന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ അസുവിന് ചെറിയ പനി ഉണ്ടെന്ന്. അപ്പോൾ അത് കാരണം എനിക്ക് ഫുഡ് കൊടുക്കാൻ കുറച്ച് സീനുണ്ട്. അപ്പം കുറച്ച് നേരം കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഫുഡ് കൊടുത്തു. കാരണം മെഡിസിൻ ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ സീനാണ്. നമ്മൾ ലഞ്ചിൻ്റെ സമയത്താണ് ബസ് കയറി, അപ്പോൾ കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളിത് അവിടെ നിന്ന് കഴിക്കുക. എല്ലാതും സെറ്റാക്കി, പക്ഷെ നമ്മൾ പ്ലേറ്റ് എടുക്കാൻ മറന്നു. അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഒരു ബോക്സിലാണ് ഫുഡ് ഇട്ടുങ്ങാണ്ട് ഇപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടി കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായി. സത്യം പറഞ്ഞാൽ കുട്ടികളിലേക്കൊണ്ട് സമയം നമുക്ക് പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. ഈ ആന്ധ്രാപ്രദേശ് റൂട്ടിനൊക്കെ ഫുള്ള് നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ടായിരുന്നു. കുറേ വയലുകളും ചോളത്തിൻ്റെ പാടങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴും ടെൻഷൻ നമ്മൾ അസുവിൻ്റെ കാര്യത്തിലാണ്. അസുവിന് ചെറിയ പനിയുള്ളത് കുറച്ചും കൂടി കൂടിയ പോലെയൊക്കെ ആയി വരുന്നുണ്ട്. ഓനെ ഓരോരോ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് സെറ്റാക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട്. ബസ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സും തരും. സ്നാക്സ് ബോക്സിൽ വെറ്റ് വൈപ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് മിഠായികളൊക്കെ ഉണ്ടാവും. പോക്കൊരു സ്റ്റോപ്പായിട്ടോ. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. 20 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ട് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ ബസ്. നമ്മൾ ബാത്റൂമിലേക്കൊന്ന് പോയി റിഫ്രഷ് ആകാം. ഈ സൈഡിൽ
എന്താ പറയുക ലേഡീസും മറ്റേ സൈഡിൽ ജെൻസും. പിന്നെ കളിയാക്കാണ് ഞാൻ ഈ ക്യാമറ പൊക്കി പിടിച്ച് നടക്കണേ. ഇതേതാ സ്ഥലം എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഏതോ ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങളിതാ വാഷ്റൂമിലൊക്കെ പോയി. ഭയങ്കര ശോകം ബാത്റൂമൊക്കെ ആയിരുന്നു, തീരെ നടക്കില്ല. പിന്നെ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ പോവേണ്ടി തന്നെ വന്നു. എനിക്കും അവിടുന്ന് സമൂസ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗൈസ് നമ്മളങ്ങനെ ഒരു ചായ ഒക്കെ കുടിക്കാൻ കരുതിയതായിരുന്നു, പക്ഷെ ടൈം ഉണ്ടായില്ല. ഞങ്ങളിതാ തിരിച്ച് ബസ് കയറാൻ പോവാണ്. നമ്മളിതാ ബസ്സിൽ തിരിച്ച് കയറാണ്. ഈ പബ്ലിക് ടോയ്ലറ്റൊക്കെ ഭയങ്കര ശോകമാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ് ഗൈസ്. അങ്ങനെ ഒന്ന് റിഫ്രഷായി നമ്മൾ വീണ്ടും ജേണി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ആസുകുട്ടിക്ക് കുറച്ചധികം പനിയുണ്ട്, അപ്പോൾ നമ്മൾ മരുന്നൊക്കെ കൊടുത്തു. പിന്നെ 2 ബോക്സ് സ്നാക്സ് നേരത്തെ കിട്ടിയിരുന്നില്ല, ഇന്നും എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 എണ്ണം കൊടുത്തു, ഫ്രീ ആയി. ദൂരെ കുറേ മലകളും കുന്നുകളൊക്കെ കാണാണ്ട്. ഇവിടെയൊക്കെ നല്ല ഒഴിഞ്ഞ സ്ഥലമാണ്. ചിലപ്പോൾ ഈ നാഷണൽ ഹൈവേ ആയിട്ടാണ് തോന്നുന്നത്. ഈ സൈഡിലൊന്നും വലിയ ആൾതാമസമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ ഏതോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലൊക്കെയാണ്, എവിടെയാണെന്നൊന്നും അറിയില്ല. ഞങ്ങളിനി എന്താ ഓൾമോസ്റ്റ് ഈവനിങ് ഒക്കെ ആയി. രാത്രി നമുക്ക് ഫുഡൊക്കെ കഴിക്കാണ്ട് കഴിഞ്ഞ ഒരൊറ്റ ഉറക്കം. രാവിലെ നേരത്തെ പാലക്കാട് എത്തി. പിന്നെ വേറെ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കിടന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളും ഒന്ന് ഉറങ്ങി. അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ 2-3 ഷോട്ടുകളൊക്കെ എടുത്തു വെച്ചു. കംപ്ലീറ്റ് ഒരു ഉറക്കം നടക്കില്ല, കാരണം സീക്കുട്ടീൻ്റെ ഉറക്കം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഒരു വിൻഡോ ആയതുകൊണ്ട് തന്നെ നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ യാത്ര ചെയ്യാൻ. നല്ല വൃത്തിക്ക് കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൺസെറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് രാത്രിയാവാനായിട്ടുണ്ട്. രാത്രിയാവാനായപ്പോൾ ഒന്നുകൂടി രസമുണ്ടായിരുന്നു പുറത്തേക്ക് നോക്കുമ്പോൾ. ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സന്തോഷം കൂടി വരാണ്. കാരണം നമ്മൾ എത്താനായല്ലോ, അത്രയും എത്തല്ലോ, ഒന്ന് ഉറങ്ങി നീറ്റ് കഴിഞ്ഞാൽ രാവിലെ അവിടെ എത്തല്ലോ എന്നൊക്കെയുള്ളൊരു ഇതിലാണ് നമ്മൾ. ഈ സമയമായപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് നീറ്റപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ഫ്രണ്ട് പോയിരുന്നു. എന്നിട്ട് ഡ്രൈവറിൻ്റെയും കണ്ടക്ടറെയും ഒക്കെ കൂടെ ഇരുന്നിട്ട് കുറച്ച് നേരം മുന്നോട്ട് നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഫ്രണ്ടിലിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് പോന്നു. കുട്ടികൾക്ക് വിശക്കുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും വാരി കൊടുത്തു ഫുഡൊക്കെ. ഇനിയും കുറച്ചും കൂടി നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെടുത്ത ഫുഡ് കേട് വരും. അതുകൊണ്ട് തന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ക്ലീനാക്കി. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു ട്വിസ്റ്റ് ഉണ്ടായി. അസൂനാണ് നല്ല പനി ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് അസു ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാത്ത സിയുവിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പനി വന്നു. പക്ഷേ നമ്മളിത് ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തതിനെ കൊണ്ട് തന്നെ രണ്ടാൾക്കുള്ള മെഡിസിൻസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഒരു 8:30 ആയപ്പോഴത്തേക്ക് നമ്മളെ ബസ് ഫുഡ് കഴിക്കാൻ നിർത്തി. ഞങ്ങളുടെ ബസ് ഫുഡ് കഴിക്കാൻ നിർത്തിക്കാണേ. ഞങ്ങളുടെ ബസ് ഫുഡ് കഴിക്കാൻ നിർത്തിക്കാണേ. ഈ പറഞ്ഞു ഇങ്ങനൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ നിർത്തിക്കുന്നത്. ചപ്പാത്തിയും ചിക്കൻ കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ആന്ധ്രാപ്രദേശത്തെ ഒരു ധാബയാണ്. ചിക്കൻ കറിയൊക്കെ നല്ല സ്പൈസി ആയിരുന്നു. ചപ്പാത്തി ഭയങ്കര വലുതുമായിരുന്നു. കഴിച്ചതിന് ശേഷം നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, കുറച്ചൊന്ന് ഫുഡ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ബസ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒന്നും വരണ്ട കരുതിയിട്ട്. അങ്ങനെ വീണ്ടും മക്കളൊക്കെ ഉറങ്ങി. കൂടെ ഇക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ രാത്രി പുറത്തേക്ക് നോക്കിയിട്ട് പാട്ടൊക്കെ കേൾക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. കുറേ ഫേവറേറ്റ് പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നു. ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് 9 മണിക്കൂറായി നമ്മൾ ട്രാവൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലാണിപ്പം. പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു, വീണ്ടും കുറേ പാട്ടുകളൊക്കെ കേട്ടു. പിന്നെ എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോയി. ഒന്ന് ഉറങ്ങി നീറ്റപ്പോഴത്തേക്കും നേരം വെളുക്കുന്നുണ്ടായിരുന്നു. പോക്ക് വന്നു, നല്ല ഹാപ്പിനെസ്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ പാലക്കാടിലെത്തും. ആദ്യം നമ്മൾ പാലക്കാട് നിന്ന് KSRTC എടുത്തിട്ട് വരാമെന്നാണ് കരുതിയത്. പക്ഷേ പിന്നെയും സിയുവിനും കൂടി പനിച്ചപ്പോൾ പിന്നെ അതൊരു റിസ്ക് ഉണ്ടെന്ന് തോന്നി. ഇപ്പോൾ തന്നെ ഇക്കുവിൻ്റെ ബ്രദറിൻ്റെ മോനെ വിളിച്ചിട്ടൊന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും മോനെ അവിടെ കാറായിട്ട് വരുന്നുണ്ടാവും. അസു രാവിലെ ആയപ്പോൾ തന്നെ വേഗം നീറ്റു. അതായത് ഇറങ്ങാനായി, വീട്ടിലെത്താനായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓൻ വേഗം നീറ്റു. അങ്ങനെ നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്ത ബസ് പോവുകയാണ്. അതിനൊരു ബൈ ബൈ പറഞ്ഞ് വിട്ടിട്ട് നമ്മളിതാ കാറിൽ കയറിയിട്ടുണ്ട്.
അസു അനുവിൻ്റെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ കുറേ കാര്യങ്ങൾ ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മളൊരു വെജ് റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഒരു ദോശയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.